നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്ന ക്യാപ്ഷനിൽ തമ്പനയിലിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളൊന്നും പറയാൻ പറ്റാത്ത കാരണം വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടുതലായിരുന്നു. അതുകൊണ്ട് ഒരു 22 മിനിറ്റായപ്പോൾ ഞാനങ്ങ് നിർത്തിയതാണ്. ഞാൻ തന്നെ മടുത്ത് നിർത്തിയതാണ്. കാരണങ്ങൾ അതിൽ കൂടുതലുണ്ട്. അതുകൊണ്ടാണ്. അത് ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല, അതൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പം ഞാൻ പിന്നെ ആലോചിച്ചപ്പോൾ ഉണ്ടല്ലോ, അതിനകത്ത് ഇന്ന് രസകരമായ 1-2 വാർത്തകൾ കാണാനിടയായി. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ സുകുമാരൻ നായരുണ്ടല്ലോ, NSSൻ്റെ സുകുമാരൻ നായർ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന കണ്ടു കേട്ടോ. മുഖ്യമന്ത്രി ആരാവണം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ NSSന് അഭിപ്രായം പറയുന്നില്ല. NSS അഭിപ്രായം പറഞ്ഞാൽ അങ്ങ് കേൾക്കാം ഇരിക്കുകയാണ്. NSS നേരത്തെ സുകുമാരൻ നായർ കൊടുത്ത സപ്പോർട്ട് കൊടുത്ത ആർക്കാണെന്ന് അറിയാമല്ലോ. സുകുമാരൻ നായർ അങ്ങ് ഉറച്ച സപ്പോർട്ട് കൊടുത്തതാണല്ലോ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആയിരുന്ന ആൾക്ക്, മുൻ മുഖ്യമന്ത്രിക്ക് കൊടുത്തതാണ്. അപ്പോൾ അത് കൊടുത്തു, സപ്പോർട്ട് കൊടുത്തിരുന്നു. അന്ന് ഞാൻ പറഞ്ഞ് ഈ സുകുമാരൻ നായർ പറയുന്നവർക്ക് സുകുമാരൻ നായരുടെ വീട്ടിലുള്ളവർ വോട്ട് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ എന്നോ ബാക്കി ആളുകൾ, ഇവിടുത്തെ നായർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആളുകൾ വിവരമുള്ളവരാണ്. മിസ്റ്റർ സുകുമാരൻ നായർ, നിങ്ങൾ പറയുന്നവരാണെന്ന് അന്നൊന്നും അവർ വോട്ട് കൊടുക്കത്തൊന്നുമില്ല. അവർക്ക് അറിയാം വോട്ട് കൊടുക്കേണ്ട ആർക്കാണെന്ന് അവർ കൊടുത്തോളും. ഇവിടെ യഥാർത്ഥത്തിൽ CPM-നെ തോൽപ്പിച്ചേക്കുന്ന ആരാണെന്ന് ആലോചിച്ച് നോക്കോളൂ. ഇപ്രാവശ്യം CPM-കാർ തന്നെയല്ലേ CPM-നെ തോൽപ്പിച്ചേ. അല്ലെങ്കിൽ പാർട്ടി കോട്ടകളിൽ എങ്ങനെ ഇത്രയും വോട്ട് നഷ്ടപ്പെടുന്നു CPM-ന്? എങ്ങനെയെങ്കിലും CPM-നെ ഒന്ന് കറക്റ്റ് ചെയ്യാം എന്ന് അതിൻ്റെ അണികൾ ആലോചിച്ചെന്നുള്ളതാണ്. കാരണം അണികൾക്ക് നേതാക്കളോട് യാതൊരു അടുപ്പമില്ലാതായി മാറി. നേതാക്കളൊക്കെ വലിയ രാജാക്കന്മാരായിട്ട് മാറി. അതിലാണ് പറ്റിയത്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇതാണ്: മുഖ്യമന്ത്രി ആരാന്ന് തീരുമാനിക്കുന്നില്ല. കൊള്ളാം. ഉടനെ ഒരു ഭാഗം SNDP-യുടെ ഒരു ഭാഗത്തിൻ്റെ ഒരു വാർത്ത, ഈഴവ കമ്മ്യൂണിറ്റിക്ക് മന്ത്രിസഭയിൽ ശരിയായ പ്രാതിനിധ്യം കിട്ടണം. ഈഴവർ ഇതിൻ്റെ കൂടെ നിന്നെങ്കിലല്ലേ അത് കൊടുക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ കൊടുക്കണം. കാരണം ഈഴവരെന്ന് പറയുന്ന സഹോദരങ്ങൾ അവരും ഇവിടെ കേരളത്തിലുള്ളവരാണ്, നമ്മുടെ ആളുകൾ തന്നെയാണ്, ഇവിടുത്തെ പൗരന്മാരാണ്. അവർക്ക് ശരിയായ പ്രാതിനിധ്യം അതിൽ കൊടുക്കണം. സത്യവുമാണ്. പക്ഷേ ആസ് ഓഫ് റൈറ്റ് ചോദിക്കാൻ എന്തെങ്കിലും ഒരു അവകാശമുണ്ടോ? അത് ചിന്തിച്ചാൽ മതി. ഇനി പോട്ടെ, കൊടുക്കണം വേണ്ടെന്നല്ല. ഒരു 2 പേരെങ്കിലും മന്ത്രിസഭ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, അത് ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന്. പിന്നെ അടുത്ത പ്രസ്താവന വന്നത് വെള്ളാപ്പള്ളി നടേശൻ്റെയാണ്. വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പറഞ്ഞാൽ, വെള്ളാപ്പള്ളി നടേശൻ ആദ്യം പറഞ്ഞു 100 സീറ്റാ. അയാൾ വിചാരിച്ച ഒരു മരപ്പെട്ടിയെ പോലും ജയിപ്പിക്കാൻ പറ്റത്തില്ല. VD സതീശനെയാണ് പറഞ്ഞത്. 100 സീറ്റ് കിട്ടുന്നെങ്കിൽ SNDP യോഗം സെക്രട്ടറി സ്ഥാനം ഞാനങ്ങ് രാജിവെക്കും. ഒന്ന്. അത് കഴിഞ്ഞ് മനോരമ ചാനലിൽ അദ്ദേഹം കൊടുത്ത ഒരു അഭിമുഖത്തിൽ പറഞ്ഞു 98 സീറ്റെങ്കിലും ഇതിന് കിട്ടിയാൽ, UDF-ന് കിട്ടിയാൽ ഞാൻ SNDP സ്ഥാനം രാജിവെക്കും. ഇയാൾ SNDP സ്ഥാനം രാജിവെക്കുന്നതല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. അവർക്ക് വേണമെങ്കിൽ അവർ നോക്കിക്കോളൂ, SNDP-കാർ നോക്കിക്കോളൂ അത് വേണോ വേണ്ടെന്നുള്ളത്. അതെന്തോന്നോ ആയിക്കോട്ടെ. പക്ഷേ അപ്പോൾ ഇപ്പം ചോദിച്ചു, ഈ രാജിവെക്കുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ, അതെനിക്ക് നല്ല ഓർമ്മയില്ലെന്നുള്ള രീതിയിൽ ആദ്യം ഒന്ന് പെരുമാറി. പിന്നെ പറഞ്ഞു ഞാനങ്ങനെ പലപ്പോഴും പലതും പറയുന്നു. ഇങ്ങനെ പറയുന്ന വൃത്തികെട്ടവന്മാരുടെ പിന്നെ ഇത് എടുക്കാൻ പോകുന്ന ആളുകളെ എന്ത് പറഞ്ഞോ, മാധ്യമക്കാരെ എന്ത് പറഞ്ഞാൽ നോക്കും. അതായത് ഞാൻ പലപ്പോഴും വിളിച്ചു പറയും. അങ്ങനെ അയാൾ പറഞ്ഞേ. ഒന്ന് ആലോചിക്കും, ഒരു നേതാവെന്ന് പറയുന്ന ആൾ പറഞ്ഞ വർത്താനെ ഞാൻ ഈ പറഞ്ഞത്. ഇയാൾ ചെയ്ത ദ്രോഹം ഉണ്ടല്ലോ മാർക്സിസ്റ്റ് പാർട്ടിക്ക്. ദ്രോഹം എന്ന് പറയുന്നത് പിണറായി വിജയൻ ഇയാളോടൊപ്പം അങ്ങ് കൂടിയിട്ട് ഇയാളെ അങ്ങ് വിശ്വാസത്തിലെടുത്തു. ആദ്യം തോന്നി അതായത് നേരെ ജമാഅത്ത് ഇസ്ലാമിയൊക്കെ കുറേ ചീത്ത പറഞ്ഞു. ഇത് മുഖ്യമന്ത്രി എല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് ഈ പറഞ്ഞത്. ഞാൻ ജമാഅത്ത് ഇസ്ലാമി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് MV ഗോവിന്ദനും അതേപോലെ തന്നെ നമ്മുടെ ശ്രീ പിണറായി വിജയനും അതേപോലെ വെള്ളാപ്പള്ളി എല്ലാം ഇങ്ങനെ മാറി അഭിപ്രായം പറഞ്ഞു. മലപ്പുറം ജില്ലയിലുള്ളവരെ മുഴുവൻ അധിക്ഷേപിച്ചു. അവിടെ ഉള്ളവരെല്ലാം ക്രിമിനലുകളാണെന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രി തന്നെ സംസാരിക്കാനിടയായി. അതും പൊക്കോട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം വെള്ളാപ്പള്ളിയാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ കടന്നാക്രമിച്ചത്. മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രമല്ല, ക്രിസ്ത്യാനികളെ ആക്ഷേപിച്ചു. അങ്ങനെ ഒരു മൈനോറിറ്റി കൺസോൾട്ടേഷൻ
മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിൻ്റെ ഒരു ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഒരു കൺസോളിഡേഷൻ, ഒരുമിപ്പ് ഈ നാട്ടിൽ ഉണ്ടാക്കി തീർത്തത് വേറെ ആരുമല്ല, വെള്ളാപ്പള്ളിയാണ്. ഈ വെള്ളാപ്പള്ളി നടേശനെ ഇപ്പം പുറത്ത് കാണുന്നുണ്ടോ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയാൻ? ഇപ്പം പറയാ 3 പേരും യോഗ്യരാണ് മുഖ്യമന്ത്രിക്ക്. അത് ഇയാൾ പറയേണ്ട കാര്യമുണ്ടോ? അവർ 3 പേരും യോഗ്യരാണ്, അത് പറയേണ്ട വല്ല കാര്യമുള്ളതാണോ? 3 പേരും യോഗ്യരാണ്. അങ്ങനെ തമാശയുള്ള വിവരങ്ങളാണ് പത്രങ്ങളിൽ കാണുന്നത്. അതിനിടയിൽ നമുക്ക് ഓരോ കാര്യങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ, പണ്ട് ഇത് എന്ന് തുടങ്ങിയതാണെന്നറിയാമോ? ഈ CPM ഇടതുപക്ഷത്തിൻ്റെ പതനം. പാവങ്ങളുടെ അടുക്കളയെ കൊണ്ടുപോയി മഞ്ഞക്കുറ്റി അടിച്ചില്ലേ, കേരളയിലെന്നും പറഞ്ഞ് പണം അടിക്കാനായിട്ട്. ആ കുറ്റി അടിച്ചത് തന്നെ പണം കോടിക്കണക്കിന് രൂപ എടുത്ത് അത് 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 തിന്ന് തീർത്ത്. അപ്പോൾ ആ പാവങ്ങളുടെ അടുപ്പിനകത്ത് കൊണ്ട് കുറ്റി അടിച്ചപ്പോൾ അന്ന് തുടങ്ങിയതാണ് ഇവരുടെ പതനം. ആളുകൾ നോക്കിയിരിക്കും, ആളുകൾ ഇതൊന്നും മറക്കത്തില്ല. പണ്ടത്തെ പോലല്ല ഇപ്പോൾ. ഈ ആളുകൾ ഇതൊക്കെ ശ്രദ്ധിക്കും. ഈ അഹങ്കാരവും താൻപൊരിമയും ഒന്നും ഉണ്ടല്ലോ, ആരും വകവെച്ചു കൊടുക്കത്തില്ല. ഇത് ഞാൻ പറഞ്ഞത് ഈ മൈനോറിറ്റി കൺസോളിഡേഷൻ ഉണ്ടായതാണ് യഥാർത്ഥത്തിൽ വലിയൊരു കാരണം. മുസ്ലിം സമൂഹം ഒന്നടങ്കം, പിന്നെ ബാക്കിയുള്ളവർ കുറേ പേര് ഞങ്ങൾ അങ്ങോട്ട് കൊടുത്തു ഇങ്ങോട്ട് കൊടുത്തെന്നൊക്കെ പറഞ്ഞ് കേമന്മാർ നടക്കുന്നുണ്ടല്ലോ. ആ കേമന്മാരെന്നും പറയുന്നിടത്തൊന്നും ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ളവർ വോട്ട് ചെയ്യത്തില്ല. കാരണം അവർക്ക് അവരുടെ മതവികാരം ഇളക്കി വിടുന്ന രീതിയിൽ, അവരെ അധിക്ഷേപിക്കുന്ന വിധത്തിൽ സംസാരിച്ചാൽ അവർ റിയാക്ട് ചെയ്യും. അത് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടു, ഒരുപാട് മണ്ഡലങ്ങളിൽ നമ്മൾ കണ്ടു. പിന്നെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇപ്പോൾ തവനൂരിൽ തന്നെ KT ജലീൽ മത്സരിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അങ്ങ് മത്സരിച്ചു. ആവശ്യമില്ലാത്ത കാര്യമായിരുന്നു. KT ജലീൽ വേണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ടതാണ്. മത്സരിച്ചപ്പോൾ അയാൾക്കെതിരെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചത് ഒരു മുസ്ലിമിനെ അല്ല, മത്സരിപ്പിച്ചത് ജോയിയെയാണ്, നിലമ്പൂർക്കാരൻ ജോയിയെ. ജോയിക്ക് അവിടെ സീറ്റ് നിലമ്പൂർ കൊടുക്കാൻ ഒക്കാത്തതിൻ്റെ കാരണം ആര്യാടൻ ഷൗക്കത്ത് ഉള്ളതുകൊണ്ടാണ്. ആര്യാടൻ ഷൗക്കത്ത് ഒരു പ്രാവശ്യം ജയിക്കുകയും ചെയ്തു, പിന്നെ അതിലും വലിയ ഭൂരിപക്ഷത്തോടും ഇപ്പോൾ ജയിച്ചു. ആര്യാടൻ ഷൗക്കത്തിനെ അവിടെ നിന്ന് മാറ്റാൻ ഒക്കത്തില്ല. അപ്പോൾ ജോയിക്ക് ഒരു സ്ഥാനം കൊടുക്കാനും പറ്റുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ജോയിയെ തവനൂർ കൊണ്ടൊന്ന് മത്സരിപ്പിച്ചു. ആ ജോയിയെ വളരെ വലിയ ഫ്ലൈയിങ് കളേഴ്സ് 20,000 വരെ വോട്ടിനല്ലേ ആ ജോയിയെ ജയിപ്പിച്ചേക്കുന്നത്. മോശമാണോ? അപ്പോൾ ഇത് മനസ്സിലാക്കണം, കേരളത്തിലെ ജനങ്ങൾ വിവരമുള്ളവരാണ്. അവർ ഈ മലപ്പുറംകാർക്ക് വിവരമില്ലാത്തതാണോ? ചിന്തിച്ചാൽ മതിയല്ലോ. മലപ്പുറംകാർക്ക് വിവരമില്ലാത്തവരാണെന്ന് ഇനി പറയാൻ പറ്റത്തില്ലല്ലോ. തവനൂര് ജോയി ജയിച്ച എങ്ങനെ? അവരെന്താ മുസ്ലിം കൺസോൾട്ടേഷന് വേണ്ടി മാത്രം, മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം നടക്കുന്നവരാണ് അവർ? അല്ല. അപ്പോൾ അത് ആ രീതിയിൽ ആളുകളെ ആക്ഷേപിക്കുമ്പോൾ അതിന് ഒരുപാട് റിയാക്ഷൻസ് വെളിയിലേക്ക് വരും. അങ്ങനെ വന്ന റിയാക്ഷനാണ്. ഇനിയിപ്പോൾ തന്നെ CPI ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. CPIക്ക് 8 സീറ്റുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിക്കൊക്കെ വിരലിലെണ്ണാവുന്ന സീറ്റാണല്ലോ ഉള്ളത്. അതുകൊണ്ട് വളരെ വലിയ യജമാന ഭാവമൊന്നും ഇനി പഴയതുപോലെ എടുക്കാൻ ഒക്കത്തില്ല. മൊത്തം 35 ഉള്ളൂ എല്ലാവർക്കും കൂടെ. അതിൽ നിന്ന് 8 സീറ്റുള്ളതാണ് CPI. CPI പറഞ്ഞു പ്രതിപക്ഷ സ്ഥാനത്ത് പിണറായി വിജയൻ മാറണം, പുതിയ ആളുകൾ വരണം എന്ന് പറഞ്ഞു. പുതിയ ആളുകളല്ലേ വരേണ്ടത്, ചെറുപ്പക്കാരല്ലേ വരേണ്ടത്. ചിന്തിക്കണം അതൊക്കെ. അതായത് നല്ല ആർജവമുള്ള നല്ല കമ്മ്യൂണിസ്റ്റുകാരെ അവിടെ വരണം. പിന്നെ അടുത്തത് നമുക്ക് പറഞ്ഞ ഒരു കാര്യം, പിന്നെ ഈ CPM അണികളിൽ തന്നെ അവിടുത്തെ 2ാം നിര എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അവർ പറഞ്ഞു അത് ഈ പുതിയ ആളുകൾ വരണം, ഭരണ നേതൃത്വത്തിൻ്റെ പരാജയമുണ്ട്, പാർട്ടിയുടെ പരാജയമുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതൊക്കെ ചിന്തിക്കണ്ടേ? എന്തെങ്കിലും കുറേ തട്ടിക്കൂട്ടിയ കണക്കങ്ങ് പറയും. ആ കണക്കൊക്കെ അങ്ങോട്ട് പറഞ്ഞതിന് ശേഷം അതാണ് റെഡി എന്ന് പറയും. പിന്നെ ഒരു കാര്യം ഉണ്ടായത്, അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. നമ്മുടെ സഖാവ് ഇനി പറയാൻ ഒക്കത്തില്ലല്ലോ, കാരണം UDFൻ്റെ സപ്പോർട്ടോടി ജയിച്ച സഖാവ് TK ഗോവിന്ദൻ, അദ്ദേഹം തളിപ്പറമ്പിൽ മത്സരിച്ച് ജയിച്ചാണ്. ശ്യാമളെ ശരിക്കും നല്ല വൻ പരാജയം ശ്യാമളയ്ക്ക് ഉണ്ടാക്കി കൊടുത്തതാണ്, PK ശ്യാമളയ്ക്ക്. അപ്പോൾ അവിടെ അദ്ദേഹം കോടിയേരിയുടെ വീട്ടിൽ പോയിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു നേതാവായിരുന്നു. ഞങ്ങൾ തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ. അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് അന്ന് ചെറുപ്പക്കാരല്ലേ, പിള്ളേരുടെ കുറച്ച് ബന്ധപ്പാടുകളും കുസൃതികളും കൊണ്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായി. പക്ഷെ അദ്ദേഹം അതൊക്കെ മുഖവിലേക്ക് എടുത്തുകൊണ്ടുണ്ടല്ലോ,
അദ്ദേഹം ആ സ്ഥാനത്തു നിന്ന് പോലും മാറി നിന്ന ഒരു വലിയ നേതാവാണ്. ഈ കോടിയേരി ഉണ്ടായിരുന്നപ്പോൾ കോടിയേരി ഒരു വലിയ തിരുത്തൽ ശക്തിയായിരുന്നു. കോടിയേരി പറയുന്ന കാര്യങ്ങൾ ഈ അഹങ്കാരവും തലക്കനവും ഒന്നും ഉണ്ടായിരുന്ന ഒരു നേതാവല്ല കോടിയേരി. അപ്പോൾ കോടിയേരിയുടെ വീട്ടിൽ ഈ TK ഗോവിന്ദനും ഭാര്യയും കൂടെ സന്ദർശിക്കാനായിട്ട് പോയി. അപ്പോൾ അവരെ ശ്രീമതി വിനോദിനി, കോടിയേരിയുടെ ഭാര്യ, സ്വീകരിച്ചു. വളരെ സന്തോഷമായിട്ട് അവർ കുറച്ച് നേരം അവിടെ സംസാരിച്ച് നിന്നിട്ട് പോയി. കോടിയേരിയുമായിട്ട് വളരെ ഒന്നിച്ച് ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള സഖാവല്ലേ. അതിന് വലിയ പ്രശ്നം, അതായത് പാർട്ടി വിരുദ്ധനായിട്ടുള്ള ഒരാളെ, വർഗവഞ്ചകൻ ആയിട്ടുള്ള ഒരാളെ അവിടെ വീട്ടിൽ കയറ്റിയെന്ന്, അവരുടെ വീട്ടിൽ ആ വീട്ടിൽ കയറ്റി എന്നുള്ളതാണ് ഒരു വലിയ വന്നത് വിമർശനം. അതിന് വിനോദിനും മറുപടി പറഞ്ഞ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. TK ഗോവിന്ദൻ വർഗവഞ്ചനൊന്നുമല്ല. TK ഗോവിന്ദന് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഞങ്ങൾ എടുക്കുന്നോ ഇല്ലയോ എന്നുള്ളത് അത് ബിനീഷ് നല്ല വൃത്തിയായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളൊന്നും ഞങ്ങൾ എടുക്കണമെന്നൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ധാരണകളോട് ഞങ്ങൾക്ക് അടുപ്പമില്ല. പക്ഷേ അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ വളരെ അടുത്ത സുഹൃത്ത്, അതുപോലെ എൻ്റെ ഭർത്താവിൻ്റെ വളരെ അടുത്ത സുഹൃത്ത്. അവർ വീട്ടിൽ വരുന്നു, ഞങ്ങളവർ സ്വീകരിക്കും, ഇനി ആയാലും സ്വീകരിക്കും, ഒരു പ്രശ്നവുമില്ല. അതാണ് അന്തസ്സ്. ആ അന്തസ്സുള്ള ഈ രീതിയിലുള്ള പെരുമാറ്റമാണ് വേണ്ടത്. ഇതായിരിക്കണം നേതാക്കൾ കണ്ടു പഠിക്കേണ്ടത്.